ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലാണ്. അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇന്നലെ മുറിച്ച് ചുള്ളിയും തക്കാളിയെല്ലാം ഉണ്ടായതുകൊണ്ട് നേരെ എന്താക്കാൻ കുക്കറൊക്കെ എടുക്കാം. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാത്തിനും കുക്കറാണ്. അതേപോലെ നേരെ എന്താക്കി കുക്കറെടുത്ത് കുക്കറങ്ങ് കഴുകി നേരെ എന്താക്കി ഗ്യാസ് കൊണ്ടുവച്ചു. ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി തിരിച്ച് വന്ന് പിന്നെ പരിപാടി മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ട നേരത്തെ എടുത്ത് വെച്ചെന്ന് വെച്ചാൽ മുട്ട വേഗം കേടാകുന്നുണ്ട്. ഇവിടെ നാട്ടിലൊക്കെ ഒറിജിനൽ മുട്ട ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വേഗം കേടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ എന്താക്കി കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ എണ്ണ ഇതായപ്പോൾ ഉള്ളിയിലിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം ആടെ വെച്ചു. പിന്നെന്താക്കി ഇത് എല്ലാം ഇട്ടിട്ട് വന്ന് നേരെ മുട്ട പൊട്ടിക്കാൻ വേണ്ടി. അങ്ങനെ മുട്ട പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കോ ഓരോന്ന് പൊട്ടിക്കണം. പൊതുവേ ഞാൻ എന്താക്കൽ ഡയറക്റ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് വയ്ക്കലാണ്. അപ്പോൾ ഈ പ്രാവശ്യം മുട്ട വാങ്ങിയതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇടയ്ക്കിടയ്ക്ക് കെട്ട് പോകുന്നു മുട്ട. അപ്പോൾ എന്താക്കുന്നു, പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തന്നെ അതിലേക്ക് വയ്ക്കുന്നു. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ അത് നോക്കി ഇതാക്കി നേരെ ഓരോന്ന് ഇതാക്കി പൊട്ടിച്ചതിലേക്ക് പോയി. എൻ്റെ എക്സ്പ്രഷൻ കണ്ടെങ്കിൽ മനസ്സിലാവും മുട്ടേൻ്റെ നിലവാരം അങ്ങനെയാണെന്നുള്ളത്. മുട്ട ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താക്കി ഓരോന്ന് അവസ്ഥയാണ്. ഞാൻ ഓർഡർ ചെയ്തതാണ്, വിളിച്ചിട്ട് കൊണ്ടുതരാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു മുട്ട അവർ കൊണ്ടു തന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പോയിട്ട് വാങ്ങുമ്പം അവർ പ്രശ്നമില്ല, നമ്മൾ നോക്കിയിട്ട് കുറച്ച് ക്വാളിറ്റിയിൽ തന്നെ വാങ്ങട്ടെ എന്തായിട്ടും. അങ്ങനെ നേരെ വന്ന് അതിലേക്ക് നേരെ എന്താക്കി ആ ഉള്ളിയും ഇനി അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് കുക്കർ നോക്കി ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. നേരെ അതിലേക്ക് എന്താക്കി തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് എന്താക്കി നേരെ അത് മൂടി വെച്ച് കഴിഞ്ഞ് പിന്നെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് മൂടി വെച്ചിട്ട് പോയി ബാക്കിയെല്ലാം ചെയ്ത് അവിടെ പോയിട്ട് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താക്കി അത് വന്ന് തിളച്ച് വന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് പൊടികളെല്ലാം ഇട്ട് അത് ചൂടാക്കി വെച്ച് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് ചോറ് വെക്കണം. ചോറ് വെക്കലിന് എന്താണ്, ആദ്യം പാത്രം എടുത്ത് കഴുകി നെയ്ച്ചോറാണ് വെക്കുന്നത്. മുട്ടയിൽ വെച്ച് കറിയെല്ലാം ഒരു സൈഡിൽ നിന്ന് റെഡിയാകുന്നുണ്ട്. ചോറാടെ വെക്കുന്നുണ്ട്. സമയപരിധി കാരണമാണ് വീഡിയോ കുറച്ചിന്. അപ്പോൾ എന്താണ്, കറി റെഡിയായി. അങ്ങനെ ഗ്യാസ് കത്തിച്ച് ചോറിന് വേണ്ടിയിട്ടുള്ള ഇതാക്കി ഫുള്ള് വെള്ളമൊഴിച്ച് എണ്ണയിലൊഴിച്ച് ക്യാരറ്റും ഇതെല്ലാം എടുത്ത് വിട്ട് ഇതാക്കി. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉപകാരപ്പെട്ട സാധനമാണ്. നല്ല സുഖമാണ്, ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്യാരറ്റ് മുറിച്ചിട്ട് ഇതിലിട്ടിട്ട് നേരെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അതൊക്കെ പീസായിട്ട് വരും. ഇങ്ങനെ കണ്ടോ, നോക്കി എത്ര പീസായിട്ട് വരുന്നത് നോക്കി, അത് എത്ര ചെറുതായിട്ട് വരുന്നത്. കറക്റ്റ് നമുക്ക് സലാഡിന് വേണ്ടിയിട്ടുള്ള ഇതാക്കാം. നമ്മൾ ഉള്ളിയും തക്കാളിയും പൊതുവെ അങ്ങനെ മുറിക്കലുണ്ടായിന്. അങ്ങനെ ഇതാക്കി അത് നേരെ അതിലേക്ക് ഇട്ട് കുറച്ച് തൈരും കൊണ്ടുവന്നിട്ട് തൈര് ഒഴിച്ച് നേരെ എന്താക്കി അത് വെച്ചിട്ട് തൈരും ഉണ്ടാക്കി നേരെ തൈരവിടെ കൊണ്ടുവച്ച് കറിയാക്കിയിട്ട് കറിയും എടുത്ത് വെച്ച് മുട്ടക്കറി. അങ്ങനെ ചോറും വെന്ത് വന്ന് ചോറും എടുത്ത് അങ്ങനെ ചോറും തൈരും മുട്ടക്കറിയും കൂട്ടിയിട്ട് ഇത് കഴിച്ച്